ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫാബ്സ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ലൈറ്റ് പിങ്ക് കളർ ചൗവരി പായസത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. പായസത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പോളം ചൗവരിയാണ്. അത് നമുക്കൊന്ന് കുറച്ച് വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തിയെടുക്കാം. 10 മിനിറ്റോളം ഇട്ടാൽ മതി. പിന്നെ നമ്മൾക്ക് വേണ്ടത് മീഡിയം സൈസിലുള്ള ഒരു ബീട്രൂട്ടാണ്. അത് ചെറുതായിട്ട് അരിഞ്ഞ് കുറച്ച് വെള്ളത്തിലൊന്ന് വേവിക്കാൻ വയ്ക്കാം. നമുക്ക് ഒരുപാട് വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല. 2-3 കപ്പോളം വെള്ളം എടുത്താൽ മതി. ഈ വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ ചൗവരിയും വേവിച്ചെടുക്കുന്നത്. ബീട്രൂട്ടിൻ്റെ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ബീട്രൂട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. ഈ വെള്ളത്തിലാണ് നമുക്കിനി ചൗവരി വേവിച്ചെടുക്കേണ്ടത്. 1 കപ്പോളം വെള്ളത്തിൽ കുതിർത്തി വെച്ച ചൗവരി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം. ഇതിൻ്റെ കൊഴുപ്പെല്ലാം നമുക്കൊന്ന് അരിച്ച് കളയണം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച ബീട്രൂട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് 1/4 ലിറ്ററോളം പാലാണ്. അത് ഞാനൊരു ഉരുളിയിൽ തിളപ്പിക്കാൻ വച്ചിട്ടുണ്ട്. അതിലേക്ക് 5-6 ഏലക്ക ഇട്ട് കൊടുക്കാം. നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ച ബീട്രൂട്ട് ജ്യൂസ് ഇതിലേക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് എത്ര കളർ വേണം അത്രയും. ഞാൻ ഇതിലൊരു 3 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് ടോട്ടൽ 3 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് ജ്യൂസാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ഇതൊരു ലൈറ്റ് റോസ് കളറാണ്. നിങ്ങൾക്ക് നല്ല ഡാർക്ക് പിങ്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസ് ഒഴിച്ച് കൊടുത്താലും ബീട്രൂട്ടിൻ്റെ ഒരു ടേസ്റ്റും ഈ പായസത്തിൽ വരില്ല. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവ് നമ്മുടെ ആവശ്യാനുസരണമാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇപ്പോൾ നന്നായി തിളച്ച് വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിൽ ടോട്ടലായിട്ട് ഒരു 3/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. നമ്മുടെ പായസം നന്നായി തിളച്ച് വരുന്നുണ്ട്. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ഷെയർ ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. താങ്ക്സ് ഫോർ വാച്ചിങ്.